ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഫെയർവെൽ ആണ് ഗൈസ്. സോ ഫൈനലി നമ്മുടെ PG കഴിയാൻ പോവാണ്. സോ ഫെയർവെല്ലിന് സാരി ഒന്നുമില്ല, നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് കുർത്തിയാണ് പ്ലാൻ ചെയ്തത്. നമ്മളെല്ലാവരും കുർത്തിയാണ് കാണിച്ചു തരാം. ദാ ഫുൾ ഫോട്ടോഷൂട്ടിലാണ്. നമ്മളിനി പോയിട്ടില്ല. 10 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഓഫ്കോഴ്സ് അത് തുടങ്ങിയില്ലല്ലോ. അപ്പം നമ്മൾ 10:30 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. സോ ഇനിയിപ്പോൾ പോകണം ഗൈസ്. പിന്നെന്താ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്. ആൻഡ് സോ എക്സൈറ്റഡ്. ഇന്നത്തെ ഫുഡ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്താ റെട്രോ തീമിലേക്ക് വരാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ ആ തീമിലൊന്നും അല്ല. എന്നാലും ഫുഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എൻ്റെ ലുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ആയി ഞാനിങ്ങനെ കുർത്തിയും ഷോളൊക്കെ ഇട്ടിട്ട്. ഗൈസ് നല്ല വെയിലാണ് ഗൈസ്, പൊരിഞ്ഞ വെയില്. അതിനും വേണ്ടി നല്ല കാറ്റും. നമ്മുടെ ഈ പ്രിപ്പറേഷനൊക്കെ പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാം. ഹായ് പറ സന്ത്, ഹായ് പറ. ശ്വേതന്റെ മുടി നോക്ക് ഗൈസ്. ശ്വേത ഒന്ന് തിരി. ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. ഹായ്. നെക്സ്റ്റ് 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. തേന് ഹായ് പറ. ഗൈസ്, നമ്മളെ ഒരു ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് ടീച്ചർ വരാത്തോണ്ട് കേറ്റില്ല എന്ന് പറഞ്ഞ് റെട്രോ ടീം നടത്തുന്ന പിള്ളേരാണ് ഗൈസ്. ഇത് നല്ല രസമല്ലേ കാണാൻ, പക്ക റെട്രോ ഗേൾസ്. കൊറേ നേരമായി ഗൈസ് നമ്മൾ വെയിലത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. തലയിലൊക്കെ തോണിയിട്ട് നിൽക്കണം. ടീച്ചേഴ്സ് വരാതൊരു കേറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ ടീച്ചേഴ്സ് വരുന്നില്ല. ക്യൂട്ടായിട്ടൊരു വെൽക്കം ആയിരുന്നു ഗൈസ് എന്തായാലും അവർ തന്നത്. പിന്നെ നമ്മൾ മാത്രമല്ല ഫെയർവെൽ, അതായത് നമ്മുടെ ക്ലാസ്, പിന്നെ ബോട്ടണി ഫൈനൽ ഇയേഴ്സ്, പിന്നെ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഫൈനൽ ഇയേഴ്സ്, അങ്ങനെ എല്ലാ ഫൈനൽ ഇയേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് ആണെങ്കിൽ വെറും 9 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈക്ക് നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ 2 വർഷമായിട്ട് പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മളും ആ സെമിനാർ ഹാളിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഒന്നും ഇൻവോൾവ് ആവാതെ ചുമ്മാ ഇങ്ങനെ കയറി പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ഡെക്കോർ എങ്ങനെയാണ്, പരിപാടികളൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കണം ഒന്നും അറിയാതെ കയറിപ്പോയതുകൊണ്ട്. പിന്നെ നല്ലൊരു വെൽക്കമിങ് ഒക്കെ തന്നവർ, ഡെക്കറേഷനും അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടൊക്കെ ലൈക്ക് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അല്ല, സമയമില്ലാത്തതുകൊണ്ട് ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരാളെ കൊണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സിന് കുറേ താങ്ക്സ് ചെയ്തും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സും നമ്മളെക്കുറിച്ച് കുറേ സംസാരിച്ചു. ഇതെൻ്റെ ക്ലാസ് ടീച്ചറാണ് ഗൈസ്, 2 വർഷം എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ മാം നമ്മളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും സംസാരിച്ചു. പിന്നെ നമുക്ക് അവർ പപ്സും മാസയൊക്കെ തന്ന്. പപ്സ് ഒന്നും സാധാരണ അവിടെ പോയി കഴിഞ്ഞാൽ നാട്ടുത്തപ്പൽ വെറുതെ കഴിക്കാറില്ല, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇത്രയും പേർക്കായിരുന്നു ഫെയർവെൽ. അപ്പോൾ എല്ലാവരും കൂടെ കേക്ക് കട്ടിങ് ആയതുകൊണ്ട് അവരിങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയൊരു പീസും കൊണ്ട് നേരെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ച്. പിന്നെ ഞാൻ അവർക്ക് കൊടുക്കാൻ പോയ സമയത്ത് അവർ എനിക്ക് വായിലിട്ടെന്ന്. അപ്പം എന്തായാലും എനിക്ക് കിട്ടി. ഞാൻ വെച്ചാൽ ആ കുഞ്ഞ് പീസൊക്കെ കിട്ടിയിരുന്നു. ഇപ്പം ടീച്ചേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പീസ് ഉണ്ടാവുമോ, എനിക്ക് കഴിക്കാൻ കേക്ക് ഉണ്ടാവുമോ എന്നൊക്കെ എൻ്റെ ടെൻഷനായിരുന്നു. പക്ഷെ അവരെനിക്ക് കിട്ടിയിരുന്നപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് കേക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ ആ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഗെയിംസ് കണ്ടക്ട് ചെയ്യാമെന്ന് വെച്ച് അവർ കുറേ ജൂനിയേഴ്സ് നമുക്ക് വേണ്ടി കുറേ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഗെയിമായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല, സ്തൂ പോയതാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി വന്ന വരവായിരുന്നു ഇത്. ലാസ്റ്റ് വരെ നിന്നത് ദൈവരായിരുന്നു. പിന്നെ സെക്കൻഡ് ഗെയിമായിരുന്നു ഇത്. ഇങ്ങനെ സ്റ്റോപ്പ് ആവുന്ന ആളുടെ മണ്ടയ്ക്കിട്ട് അടിച്ചുകൊണ്ടായിരുന്നു ഗെയിം. പക്ഷെ ഞാനാണ് ഈ ഗെയിമിൽ ജയിച്ചത് ഗൈസ്. അതുകൊണ്ട് എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. പക്ഷെ കുറേ നേരം സ്റ്റേജിൽ നിന്ന്, കാരണം കുറേ ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമല്ല. അപ്പോൾ എല്ലാവരും ഔട്ടായി ലാസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഈ 4 പേര്. അങ്ങനെ ഞങ്ങൾ 2 പേര് വെച്ച് പിന്നെയും കളിച്ച്. പിന്നെ അവർ പറഞ്ഞൊരു റാമ്പ് വാക്ക് പോലെയൊക്കെ ചുമ്മാ സെറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചുമ്മാ നടന്നുപോയി. അത്യാവശ്യം നന്നായിരുന്നു, ഫണ്ണാണല്ലോ. അപ്പോൾ ജൂനിയേഴ്സ് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യണം, കാരണം അവർക്ക് നമ്മളുടെ ഇട്ട് പൊരിക്കാൻ കിട്ടിയൊരു ഡേ ആണല്ലോ.
ഇതെന്താ ഇങ്ങനെ എങ്ങനെ പിന്നെ നമ്മുടെ ജൂനിയേഴ്സിന്റെ വക കുറെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു, കുറെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല, അപ്പോ കുറച്ചൊക്കെ ഉണ്ട് ഇതില്. അങ്ങനെ ദ മോസ്റ്റ് വെയിറ്റഡ് മൊമെന്റ് വന്ന് ഗൈസ്, നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. വെജും നോൺ വെജും വേറെ ഉണ്ടായിരുന്നു. സോ നോൺ വെജ് ആയിരിക്കും ചിക്കൻ ബിരിയാണി, ദെൻ കൂടെ ഒരു സാലഡ്, പിന്നെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. പിന്നെ ലഡ്ഡു ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്നാ കഴിച്ചത്. ചിക്കൻ ബിരിയാണി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. ഇന്നത്തെ ഡേ ഫിൽ അങ്ങനെയുള്ളൊരു മൈൻഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. വയറ് നിറയെ ഫുഡ് കഴിച്ച്. പിന്നെ ഒരു ലൈക്ക് ഫോട്ടോ ബൂത്ത് കോർണർ ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്, പിന്നെ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത്. ഇതെന്തിനാന്ന് എനിക്ക് അറിയില്ല, നല്ല ക്യൂട്ടായിരുന്നു അവർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്ത്. പക്ഷെ ഇത് എവിടെയാണ് നമുക്ക് തരുമോ, ഇതെന്താ എനിക്ക് ലോജിക് ഒന്നും മനസ്സിലായില്ല. കാണാൻ നല്ല രസമുണ്ടല്ലോ, ചെയ്യാനും നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ പോയി അവിടെ എന്തൊക്കെയൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ നിന്ന്. നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഫോട്ടോ ഫ്രെയിമാണെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷെ അതിനകത്തുള്ള ഫോട്ടോ ഏതാണെന്ന് അറിയാനായിരുന്നു ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി. ഞങ്ങൾ ഓണത്തിന് ഞങ്ങളുടെ ക്ലാസ്സിൽ മൊത്തത്തിൽ എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു അത്. എന്തായാലും കൊള്ളായിരുന്നു. HOD മാമായിരുന്നു ഞങ്ങൾക്ക് ഇത് സാധനം തന്നെ. പിന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് ഗസ്റ്റ് ലെക്ചേഴ്സെ കൊണ്ടൊക്കെ ജൂനിയേഴ്സ് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന്.